ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കേട്ടോ. ഇത് കറണ്ട് എനർജി എന്താണ് ഈ പേഴ്സൻ്റെ, അതുപോലെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, തോട്ട്സ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, എന്താണ് അവരുടെ ഫീലിങ്സ്, എന്താണ്. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ടവറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ, അവരുടെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Page of Pentacles, 4 of Swords, 8 of Cups വന്നിട്ടുണ്ട്. ഒരുപാട് കാർഡ്സുകൾ വേണം. സോ നമുക്ക് ആദ്യം ഇത്രയും ക്ലാരിറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലാണ് വന്നിട്ടുള്ളത്. ഇത് കാത്തിരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. ഓക്കെ, ഒരുപാട് ചിന്തിച്ച് കാത്തിരിക്കുന്ന ഒരാൾ ഉള്ളിലേക്ക്. ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടാകാം. നിങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റ് ഇല്ലായ്മയാണ് ഇപ്പോൾ കാണുന്നത്. ടവറിൻ്റെ എനർജിയിലാണ്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ സഡൻ സംഭവിച്ചിട്ടുണ്ട് ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പം ഓർമ്മകളിലാണ് ജീവിക്കുന്നത് രണ്ടുപേരും. ഓക്കെ, അതായത് ടവർ എനർജീനകത്ത് ഇത് സഡൻ ബ്രേക്കപ്പ് ആണ്. അതായത് എന്താ റീസൺ പോലും ക്ലാരിറ്റി പോലും നിങ്ങൾക്ക് ഈ പേഴ്സൺ തന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ സിറ്റുവേഷൻ അറിയുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവർ ആ ക്ലാരിറ്റി തരുന്നില്ല. എന്താണെന്നുള്ളത് അവർ തുറന്നു പറയാത്തൊരു അവസ്ഥ. അങ്ങനെയുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷേ മൈൻഡിൽ ഫുള്ളും നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ സ്റ്റഡി ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഇപ്പോൾ വേദനിക്കുന്നുണ്ടോ ആ സെയിം വേദന ഈ പേഴ്സണും കിട്ടുന്നുണ്ട്. അതായത് എനർജി ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പം ഇവിടെ തേർഡ് പാർട്ടീൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കും, തേർഡ് പാർട്ടി ഉണ്ടാവുമായിരിക്കും. സോ അവരുടെ കൂടെയാണ് ഇവർ നടക്കണേ എന്നുള്ളത് കാണുന്നുണ്ട്. സോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇങ്ങനെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു ക്ലാരിറ്റി പേഴ്സൺ തരുന്നില്ല. തേർഡ് പാർട്ടിയുടെ കൂടെ മൂവ് ചെയ്യുന്നത് സന്തോഷത്തോടെയാണ് എന്നുള്ള രീതിയിൽ കാണുന്നു. അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ പോയപ്പോഴും ഇവരൊരു ഹാപ്പി ആയിട്ട് പോകുന്നത് പോലെയാണ്. പക്ഷെ ശരിക്കും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അവർ വളരെ ഡൗൺ എനർജിയാണ്. അവർ ഒരുപാട് ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരാളുടെ എനർജിയിലിരിക്കുകയാണ്. ഓക്കെ, 4 ഓഫ് സോർട്സിൻ്റെ എനർജി വരുമ്പം ഇവർ ഹാപ്പിയിലാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ ഇവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് റിയാലിറ്റിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെ ഹാപ്പിയാണ്. ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈഗോ ഉള്ളതുപോലെ കാണുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ പോലും ആക്ട് ചെയ്യുന്നത് ചിലപ്പം ഈ തേർഡ് പേഴ്സൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് എന്നുള്ള രീതിയിലാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അത് ചിലപ്പം നിങ്ങളെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിരിക്കാം. കാരണം നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ എലോൺ ചെയ്ത് പോകുന്നുണ്ട്, ലെറ്റ് ഗോ ചെയ്ത് പോകുന്നുണ്ട്, മൂവ് ഓൺ ചെയ്ത് മാറുകയാണ്, സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. പക്ഷേ നിങ്ങളാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ആ പേഴ്സൺ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്, അവരവിടെ ഹാപ്പി ആവുന്നുമുണ്ട്. പക്ഷേ ശരിക്കും അവരുടെ എനർജിയിൽ അവർ ഹാപ്പി അല്ല. ബട്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെ നടക്കേണ്ടി വരുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ഒരിക്കലും ഹാപ്പി അല്ല. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ്ഡ്, നിങ്ങളെ സ്റ്റഡി ചെയ്യുന്നത് പോലെ. നിങ്ങളിതിനെ എങ്ങനെ കാണും, നിങ്ങളുടെ അവസ്ഥകൾ എന്താണ് എന്നുള്ളത്. പക്ഷേ നിങ്ങളിപ്പോൾ വേദനയിലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ സെയിം വേദന ആ പേഴ്സണും കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ റിയാലിറ്റിയിൽ മാത്രമാണ് ഈ വ്യക്തിക്ക് എന്താവുന്നത്, ഇങ്ങനെ സന്തോഷിക്കാനും ഹാപ്പിനെസ്സിലൂടെ പോകാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ പേഴ്സൺ വേദനയിലാണ്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് ഫീലിങ്സ് വരുമ്പം നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഈ വ്യക്തിക്ക് ഉണ്ട്.
ഓക്കെ. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലേ? ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ മുൻപേ ഉള്ളൊരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് വരുന്നതിന് മുൻപേ ഉള്ളൊരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി ഇത് എക്സ്ട്രാ മറിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ അവർ എക്സോ കാര്യങ്ങളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും തിരിച്ചു വന്നതായിരിക്കാം. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ടാണ് ഇവർ തിരിച്ച് അങ്ങോട്ട് പോയേക്കണത് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഫീലിങ്സിനകത്ത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുണ്ട്, നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്, അൺകണ്ടീഷണൽ ലവ് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ മാറി നിന്ന് നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരു എനർജി മാത്രമാണ് 7 ഓഫ് കപ്സിൻ്റെ എനർജി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ്. ഓക്കെ. അതായത് തേർഡ് പാർട്ടീനെയും വേണം നിങ്ങളെയും വേണം എന്നുള്ള മൈൻഡിലാണ് ഈ പേഴ്സണ്. ഒരു എന്താ പറയുക, ഡിസിഷൻ കറക്റ്റായിട്ട് എടുക്കാതെ ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളടുത്ത് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റിന് വരും, നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ തേർഡ് പാർട്ടീനെ ഒഴിവാക്കുമെന്ന് വെച്ചാൽ തേർഡ് പാർട്ടീനെ ഒഴിവാക്കൂല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഓക്കെ. ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. ഓക്കെ. ഇപ്പോൾ 4 ഓഫ് സോർട്സിന് എനർജി വരുന്ന സമയത്തും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പോസസീവ്നെസ് ആണ്. നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല, നിങ്ങളുടെ സ്നേഹം വേറെ ആർക്കും പോകാനൊന്നും പാടില്ല. പക്ഷേ ഈ പേഴ്സണ് പോവാം. അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. റൊമാൻറ്റിക് എനർജിക്ക് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് സ്റ്റാർ കാർഡാണ്. ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇതെല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അപ്പം കറൻറ്റ് എനർജിയിൽ സിറ്റുവേഷനാണ് നമ്മൾ കൂടുതൽ കണ്ടത്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് പോലെയുള്ള ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവായി പോവാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സിറ്റുവേഷൻ ഇങ്ങനെയാണ്, സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയിട്ടില്ല, നിങ്ങളെ വിടുന്നില്ല. ഓക്കെ. അതുപോലെ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ സന്തോഷം കണ്ടെത്തുകയാണെങ്കിലും ഇവിടെ നിങ്ങൾ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ കാർഡിൻ്റെ എനർജി വന്നിട്ടുള്ളത്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അവരൊരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, അവർ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ ഹീല് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഗൈഡൻസ് എന്നുള്ളത്. അതിനു മുൻപേ ഫീലിങ്സ് നമ്മളിവിടെ നോക്കുമ്പം ഈ പേഴ്സൻ്റെ ഫീലിങ്സിനകത്ത് നമ്മളിവിടെ കണ്ടത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. ഓക്കെ. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് ഒരു ഷീറ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഗൈഡൻസ്, നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് സോട്സ് ആണ്. നിങ്ങൾ ഈഗോ വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളും സെയിം ടു സെയിം നിങ്ങൾക്കും ഈഗോ വെക്കാം, നിങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കാം. നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ തിരിച്ചു ചെയ്യൂ എന്നാണ്. അതായത് അവർ ചെയ്യുന്നത് പോലെ തേർഡ് പാർട്ടീനെ കൊണ്ട് തിരിച്ചു ചെയ്യൂ എന്നല്ല, ഒരു ഈഗോ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഓക്കെ ആക്കാം എന്നുള്ളതാണ്. സെൽഫ് പ്രിയോറിറ്റി കൊടുക്കാനാണ് പറയുന്നത്, റെസ്പെക്റ്റ് കൊടുക്കാൻ. അതായത് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഡൗൺ എനർജി ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം അങ്ങനെ അവർക്കത് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം അവരെന്താ വിചാരിക്കുക, നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ. അപ്പം ആ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റിയെടുക്കണം. അതായത് എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ നടപ്പുമെല്ലാം. അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഗൈഡൻസ്, അതാണ്. അതായത് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. വരുമ്പോൾ വരട്ടെ, ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മൂവ് ചെയ്ത് പൊക്കോളൂ. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം ബിക്കോസ് അവർ ഹാപ്പിയാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഹാപ്പി ആയിട്ടൊന്ന് മൂവ് ഓൺ ആക്കുക. എംപ്രസ് കാർഡാണ്. ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ടും ഇങ്ങനെ കണക്റ്റായി, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് വരുന്നു, നിങ്ങൾക്ക് പശ്ചാത്താപം വരുന്നു, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടതിന് നിങ്ങൾ കുറ്റബോധം വരുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കാര്യവും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യൂ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ്ഡ് ആവും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ ചെയ്ത് പൊക്കോളൂ. കാരണം ഇപ്പം കറൻ്റ്ലി ഈ പേഴ്സൻ്റെ എനർജിയിൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ആ പേഴ്സൺ ഹാപ്പി ആയിട്ട് റിയാലിറ്റിയിലാണെങ്കിൽ പോലും ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും റിയാലിറ്റിയിൽ ഹാപ്പി ആയിട്ട് നടക്കാം. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലുള്ള വേദന മാത്രമാണ്, അതിന് നിങ്ങൾക്കൊരു സ്മൈലോടെ നേരിടാവുന്നതാണ്. ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ന്യൂ ബിഗിനിങ് ഉണ്ടാകും, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 6 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഈ മെമ്മറീസിനെല്ലാം ഒരു അന്ത്യം ഉണ്ടാകും എന്നുള്ളതാണ്. 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു സോൾ കണക്ഷനാണ്. റീയൂണിയൻ പോസിബിലിറ്റി വളരെ പോസിറ്റീവാണ്. ഓക്കെ. അപ്പം ഇത്രയും കേട്ട നെഗറ്റീവിന് ഇവിടെ നെക്സ്റ്റ് ആക്ഷനിൽ ഒരു പോസിറ്റീവ് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളിവിടെ ഒരിക്കലും ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പം കടന്നു പോകുന്ന സമയം എങ്ങനെയാണോ നിങ്ങൾ അതിൻ്റെ കൂടെ മൂവ് ചെയ്ത് പോയിക്കോളുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ അല്ലെങ്കിൽ
ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പം ചേഞ്ച് ആണ്, അബൻഡൻസ് ആണ്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് സംഭവിക്കും. ദാറ്റ് മീൻസ് ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ റിയൂണിയനും ഹാർട്ട് ടു ഹാർട്ട് കൺവെർസേഷനും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ പേഴ്സൺ തരും എന്നുള്ളതാണ് ഫ്യൂച്ചറിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു റീഡിങ് ഇതാണ്. നമുക്കിനി സോഡിയക് സൈൻ നോക്കാം. നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നെഗറ്റീവിനെ തന്നെ വിചാരിച്ച് വെക്കരുത്. കാരണം ഇതിൽ നെഗറ്റീവായിട്ട് ആ പേഴ്സൺ ഹാപ്പി ആണെന്ന് പറയുമ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ഹാർട്ട് ബ്രോക്കണിലാണ്. ഓക്കെ, അവർ റിയാലിറ്റിയിൽ മാത്രമാണ് സന്തോഷത്തോടെ നടക്കുന്നത്. എപ്പോഴും നെഗറ്റീവിനെ മാത്രം അട്രാക്ട് ചെയ്യാതിരിക്കുക, പോസിറ്റീവിനെ ക്ലെയിം ചെയ്യുക കേട്ടോ. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്. അക്യൂറിയസ്, ടോറസ്, ലിയോ, ക്യാൻസർ, അക്യൂറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്. സാജിറ്റേറിയസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ലിയോ വന്നിട്ടുണ്ട്. വിർജോ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ ആൻഡ് ലിബ്രയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലൂസും കൂടി നോക്കാം. നിങ്ങൾക്കുള്ള ക്ലൂസ് ഈ നെഗറ്റീവ് കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. എന്നിട്ട് ആ നെഗറ്റീവ് മാത്രമേ ചിന്തിച്ചിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്പോട്ടിൽ നിങ്ങൾക്കുള്ള ആ ഒരു നെക്സ്റ്റ് ആക്ഷന് മുൻപേ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഞാൻ എടുത്തത്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ എന്നുള്ള രീതിയിൽ എടുത്തത്. അപ്പോൾ പോസിറ്റീവ് മാത്രം ക്ലെയിം ചെയ്യാം കേട്ടോ. ക്ലൂസ് ആയിട്ട് (26) (22) ലെറ്റർ ബി, 21 18, ലെറ്റർ R 11 5, ലെറ്റർ എസ്, ലെറ്റർ L K M 42 23, ലെറ്റർ ജെ അതുപോലെ 1 വന്നിട്ടുണ്ട്. എക്സ് വന്നിട്ടുണ്ട്. 53 ആൻഡ് 10 വന്നിട്ടുണ്ട്. 42 24 സി വന്നിട്ടുണ്ട്. ലെറ്റർ L വന്നിട്ടുണ്ട്. 21 വന്നിട്ടുണ്ട്. 28 വന്നിട്ടുണ്ട്. ലെറ്റർ എമ്മും എന്നും വന്നിട്ടുണ്ട്. നമ്പർ 10 വന്നിട്ടുണ്ട്. നമ്പർ 29 വന്നിട്ടുണ്ട്. 27 വന്നിട്ടുണ്ട്. 39 വന്നിട്ടുണ്ട്. ലെറ്റർ ബി ആൻഡ് ഡി വന്നിട്ടുണ്ട്. 36 വന്നിട്ടുണ്ട്. 58 വന്നിട്ടുണ്ട്. 50 വന്നിട്ടുണ്ട്. ലെറ്റർ എ ആൻഡ് 29 വന്നിട്ടുണ്ട്. ലെറ്റർ എഫ് വന്നിട്ടുണ്ട്. ലെറ്റർ ജി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യാം. നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.